ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. ഓക്കെ, ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലെ അതായത് നമ്മളൊരു വെബ് പേജ് ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലെ എല്ലാ ടാഗിനെയുമാണ് ഒബ്ജക്റ്റ് ഡോക്യുമെൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ HTML ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പല ടാഗുകളും ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു വെബ് പേജ് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് എടുക്കുന്നത്. അതിലെ ഓരോ ഭാഗത്തിനെയും നമ്മൾ ഓരോ റൂട്ട് എലമെൻറ്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ അതിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമായിട്ട് നമ്മൾ സ്ക്രീനിൽ അല്ലെങ്കിൽ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ വിൻഡോ ഡോട്ട് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു ഗ്രാഫിലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ആങ്കർ അല്ലെങ്കിൽ ഫോം അല്ലെങ്കിൽ ലിങ്ക് എന്നത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. എക്സാമ്പിൾ നമ്മളിതിൽ ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ തുടർന്ന് തന്നെ അത് കുറച്ച് സബായിട്ട് വരുന്നുണ്ട്. ടെക്സ്റ്റ് ഏരിയ, ചെക്ക് ബോക്സ്, റേഡിയോ, സെലക്ട്, റീസെറ്റ്, ബട്ടൺ. അതായത് ഈ ഫോമിനെ തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഫോം ഡോട്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഡോട്ട് ഫോം ഡോട്ട് ടെക്സ്റ്റ് ഏരിയ, അങ്ങനെ ഇതിലെ ഏതെങ്കിലും ഒന്നിനായിരിക്കും ഇതിത്തെ ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് അല്ലെങ്കിൽ റൂട്ടായിട്ട് എടുക്കുന്നത്. ഇനി എക്സാമ്പിൾ നമ്മൾ ഡോക്യുമെൻ്റ് ഫോം ഇതിൽ നമ്മൾ സെലക്ട് ആണ് ചെയ്യുന്നതെങ്കിൽ സെലക്റ്റിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന ഓപ്ഷന് ഈ രൂപത്തിലായിരിക്കും നമ്മൾ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടീസുകളൊക്കെ വെബ് പേജിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റൈറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് എഴുതിയതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ ഇട്ടതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ എന്താണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ലൈൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ലൈൻ അധികമായിട്ട് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അതായത് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ണെങ്കിൽ അത് ഒരേ ലൈനിലായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. എന്നാൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ലൈൻ സ്ട്രിങ് എന്ന ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് LN എന്നും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് ആ ലൈന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് ഒരു പുതിയ ലൈനായിട്ടായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ആദ്യം തന്നെ നമ്മളിതിൽ HTML കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ വന്നൊരു സ്ക്രിപ്റ്റ് എന്ന് എഴുതി. നമുക്കറിയാം സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ജാവാസ്ക്രിപ്റ്റ് ഫയലും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫംഗ്ഷൻ ഒരു പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, ടെക്സ്റ്റ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം വേരിയബിൾ നെയിം തന്നെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു ഡോക്യുമെൻ്റ് ഡോട്ട് അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോം, നമ്മൾ കൊടുക്കുന്ന ഫോമിൻ്റെ പേരാണ്. അപ്പോൾ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് എന്നിട്ട് നമുക്കിവിടെ വന്ന് ഒരു വാല്യൂ എന്നുള്ളതും കൂടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതാണോ വേണ്ടത് വാല്യൂ ചേർത്ത് കൊടുക്കുന്നത് അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാല്യൂ എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്യുന്നത് നമ്മൾ അലേർട്ട് വെച്ചിട്ടാണ്. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് അലേർട്ട് വേണ്ടത് അത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ യുവർ നെയിം ഈസ് എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് നമ്മൾ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് നെയിം എന്ന വേരിയബിളിലേക്കാണ്. അപ്പോൾ ആ വേരിയബിൾ നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ജാവാസ്ക്രിപ്റ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യൽ നിർബന്ധമല്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫോം എന്ന് എഴുതി അതിനുശേഷം ആക്ഷൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ ആക്ഷൻ ഉപയോഗിക്കുന്നത് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. നെയിം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്
ഇവിടെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മൾ നെയിം ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫോം എന്നാണ് നമ്മളിവിടെ നെയിം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോമും ചേർത്ത് കൊടുത്തു. ഇവിടെ എന്താണോ കൊടുത്തത് അതായിരിക്കണം നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് എൻ്റർ അടിച്ചു. ഇനി ഫോമിലേക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ടൈപ്പ് എന്നുള്ളത് ടെക്സ്റ്റ് ആണ്. നമ്മൾ ഇതിനൊരു നെയിം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയിം ഞാനിവിടെ വന്ന് ഇതിനെ നമ്മൾ നെയിം എന്ന് തന്നെയാണ് പേര് ചേർത്ത് കൊടുക്കുന്നത്. ഈ പേരെന്നെ കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഏത് പേര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ എന്ത് പേരാണോ കൊടുത്തത് അതായിരിക്കണം നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നെയിം എന്നാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് നെയിം എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. എന്താണ് ഇവിടെ നമ്മൾ പേരായിട്ട് കൊടുത്തത് അതായിരിക്കണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബട്ടൺ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ വന്ന് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ വന്ന് സബ്മിറ്റ് ബട്ടൺ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷന് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഓൺ ക്ലിക്ക് എന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ കോൾ ചെയ്തു. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ എന്താണോ നമുക്ക് മെസ്സേജ് ആയിട്ട് വേണ്ടത് അത് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വന്ന് പ്രിന്റ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ചോയ്സാണ് എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, റണ്ണ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും വരിക. ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. പ്രിന്റ് നെയിം എന്നുള്ളൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു പേര് ചേർത്ത് കൊടുക്കുകയാണ്. ചോയ്സാണ് നമുക്ക് എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പ്രിന്റ് നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഈ അലർട്ട് ബോക്സിൽ നമ്മൾ എന്ത് പേരാണോ കൊടുത്തത് അത് നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണമെങ്കിലും അത് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കണം. അതായത് ജാവാസ്ക്രിപ്റ്റ് എന്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് ടെക്സ്റ്റ്. എന്നിട്ട് ഇവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ വന്ന് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നതിൻ്റെ ഓരോന്നും ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ്. ഡോക്യുമെൻറ്റിലുള്ള ഉള്ളിലെ ഓരോ HTML ഓരോ ടാഗും നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻ്റ് ഇട്ടതിന് ശേഷം ഡോക്യുമെന്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഫോം നമ്മളിവിടെ എന്ത് പേരാണോ ചേർത്ത് കൊടുത്തത് ആ പേരാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് നെയിം എന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ ചേർത്ത് കൊടുത്തത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂ ആയിരിക്കണം നമുക്ക് ഈ നെയിമിൻ്റെ ഉള്ളിലേക്കായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഓരോ റൂട്ടാണ് ഡോക്യുമെന്റ് കഴിഞ്ഞ് ഫോം കഴിഞ്ഞ് നെയിം കഴിഞ്ഞ് വാല്യൂ. ഇതിലെ ഓരോ ഡോട്ട് കഴിഞ്ഞ് വരുന്നതിനാണ് നമ്മൾ റൂട്ട് കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വർക്ക് ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷന് വർക്ക് ചെയ്യേണ്ടത്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് എന്ന ഫംഗ്ഷന് വർക്ക് ചെയ്യുന്നു. പ്രിന്റ് നെയിം എന്ന് പറയുന്നത് ഈ ബട്ടണിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ കാണേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ടെക്സ്റ്റ് ആണോ ചേർത്ത് കൊടുത്തത് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രിന്റ് നെയിമിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അലേർട്ട് ബോക്സിലായിട്ട് നമുക്ക് ഇവിടെ വന്ന് കാണിച്ചു തരും. അപ്പോൾ ആ അലേർട്ട് ബോക്സ് വരാൻ വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.